ഇന്ന് ഈ ഡിവൈസ് വെച്ച് ഈ പടം വരച്ചുകൊണ്ടിരിക്കുന്നവൻ്റെ ചെവി ക്ലീൻ ചെയ്യാൻ പോവുക. ഇതൊരു കുഞ്ഞ് നല്ല അടിപൊളി ഡിവൈസാണ്. അപ്പോൾ ഓക്കെ, നിന്റെ ചെവി ക്ലീൻ ചെയ്യട്ടെ? ഇങ്ങോട്ട് നോക്ക്, ചെയ്യാൻ പോവാ കേട്ടോ. ഇത് വെച്ച് ഓക്കെ, ഈ ചെവി ഫസ്റ്റ്. ഓക്കെ, അങ്ങനെ ആദ്യത്തെ ചെവി ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ചെറുതായിട്ട് കയറ്റി. അതിനകത്ത് പ്രത്യേകിച്ച് അഴുക്കൊന്നുമില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെയല്ലായിരുന്നു, ഒരു കട്ടക്കിരിപ്പുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം വലിയ അഴുക്കൊന്നും കാണുന്നില്ല. അവൻ്റെ ചെവി ഇവിടെ എല്ലായിടത്തും ക്ലീനാണെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യം ഈ ചെവിയിലില്ല. ഇനി അടുത്ത ചെവിയിലോട്ട് കയറാം. ഈ ചെവി നീറ്റാണ്. ഓക്കെ, അപ്പോൾ പിന്നെ ഇനി അടുത്ത ചെവിയിലോട്ട് പോയാലോ? ഞാനതാ വിചാരിക്കുന്നത്, അടുത്ത ചെവിയിലോട്ട് പോകാം. ഓക്കെ, യെസ്, ഈ ചെവി നീറ്റാണ്. ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അടുത്ത ചെവിയിലോട്ട് പോകും. അതും ഏകദേശം നീറ്റാണ്. നീറ്റ് ആൻഡ് ടൈഡിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് അഴുക്കെടുത്ത് കളഞ്ഞതാണ്. പക്ഷേ ഇപ്രാവശ്യം കുഴപ്പമില്ല. നമുക്കെല്ലാം കാണാമെന്നുള്ളതുകൊണ്ട് ഈ ബഡ്സ് ഇട്ട് കുത്തുന്നതിനേക്കാളും സേഫാണ്. അതുകൊണ്ട് അങ്ങനെ പോട്ടെ. എന്നാലും സൂക്ഷിച്ചും കണ്ടും വേണം കേട്ടോ ചെയ്യാൻ. ഇനി എന്നാൽ മൂത്തവൻ്റെയും കൂടെ ചെയ്യാം. മൂത്തവനും കൂടെ ചെക്ക് ചെയ്യാം. പക്ഷെ ക്ലീൻ ചെയ്തിട്ട് വേണം കേട്ടോ. അല്ലെങ്കിൽ ഒരാളുടെ ചെവിയിൽ നിന്ന് മറ്റൊരു ചെവിയിലോട്ട് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ വരും. നന്നായിട്ട് സ്പിറ്റ് വെച്ചോ അല്ലെങ്കിൽ സോപ്പ് വെച്ചോ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം അടുത്ത ആളുടെ ചെയ്യാം. അപ്പോൾ ഇയാളുടെ ഓക്കെയാണ്. ഓക്കെ, ആള് ഹാപ്പി. ഓക്കെ, ഓക്കെ, അപ്പോൾ ഞാൻ ഇനിയിപ്പം ചേട്ടൻ്റെ ഇയർ ക്ലീൻ ചെയ്തോട്ടെ. ഓക്കെ, എന്നാൽ റൈറ്റ് ഇയറിൽ ക്ലീൻ ചെയ്യാൻ പോകും കേട്ടോ. ഓക്കെ, ദേ അവിടെ ഒരു വൈറ്റ് കളറിൽ എന്തോ കാണുന്നുണ്ട്. അഴുക്കുണ്ട് കേട്ടോ. ഇച്ചിരി അഴുക്കൊക്കെ ചെവിയിൽ എപ്പോഴും നല്ലതാണ്. നമ്മുടെ ചെവിയിലെ വാക്സ് എന്ന് പറയുന്നത് ഒരു പ്രതിരോധ ശേഷിയും കൂടെ ഉണ്ടെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. അതുമല്ല, പൊടികളൊക്കെ തടഞ്ഞു നിർത്തുന്ന ഒരു സംഭവം കൂടിയാണ്. വാക്സ് കുറഞ്ഞാലും നമുക്ക് ഓരോ അസുഖങ്ങൾ വരും. ബട്ട് ഇത് വാക്സ് അല്ല, വേറെ എന്തോ ഒരു സാധനം, ഒരു വെള്ളപ്പൊടി. എനിക്കൊന്ന് ടിഷ്യൂ എല്ലാം ആണോ അറിയില്ല. എനിവേ, നമുക്കതൊന്ന് തപ്പി നോക്കാം. പതുക്കെ എടുക്കാം കേട്ടോ. ഒരുപാട് അകത്തോട്ട് പോകുന്നില്ല. അകത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കയറി ഇടിക്കും. അതുകൊണ്ട് വേണ്ട, നമുക്ക് പതുക്കെ ഉള്ള അഴുക്കൾക്ക് ഇത് അത് ചെറുതായിട്ട് നമ്മൾ ട്രൈ ചെയ്യാണ് കേട്ടോ. ഓക്കെ, ഇത് വെച്ചെടുക്കുമ്പോൾ ചെറുതായിട്ട് ഒരു ഓറിയൻറ്റേഷൻ ഇല്ലായ്മ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മൾ പിടിക്കുന്ന ലെവലിന് കിട്ടണമെന്നില്ല. എന്നാലും അവൻ്റെ ഒരു ടിപ്പ് വെച്ച് പതുക്കെ നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, കം ചെറുതായിട്ട് വിട്ടുപോയി. നമുക്ക് വീണ്ടും ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. ഇതൊക്കെയാണോടെ ഇതിൻ്റെ വീഡിയോസ് കണ്ടന്റ് എന്ന് ചോദിച്ചാൽ അതല്ല, ജസ്റ്റ് ഞാനിന്ന് ചെയ്ത് ഇത് ചിലപ്പോഴൊക്കെ നമുക്ക് പല യൂസ്ഫുള്ളാണെന്നേ. നമുക്ക് ഹോസ്പിറ്റലിൽ പോകാതെ തന്നെ നമുക്ക് കുഞ്ഞുങ്ങളുടെ ചെവിയിലെ അഴുക്കളൊക്കെ നമുക്ക് നന്നായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. ചിലപ്പോഴൊക്കെ കുഞ്ഞുങ്ങളുടെ ചെവിക്കകത്ത് ഒരുപാട് അഴുക്ക് കയറി അങ്ങ് അടഞ്ഞിരിക്കും. ഇതിനു മുമ്പ് ഞാനൊരിക്കൽ ഇളവിൻ്റെ ക്ലീൻ ചെയ്തപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് അഴുക്കും. കണ്ടോ, പേപ്പർ കിട്ടി. അങ്ങനെ പേപ്പർ മാറ്റി കേട്ടോ. ചെറിയൊരു പീസ് ടിഷ്യൂ എന്താണെന്ന് തോന്നുന്നു ക്ലീൻ ചെയ്തു. ഓക്കെ, വീണ്ടും ഒന്നുകൂടെ നോക്കാം. ചെറുതായിട്ട് കുഞ്ഞു വാക്സൊക്കെ ആണെങ്കിൽ എടുക്കാം. ഓക്കെ, ഇത്രയും ഡേർട്ടി പ്രൊസീജിയറാണ് നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ ഇതൊക്കെ നമ്മുടെ ചെവിയിലുള്ള അവസ്ഥ തന്നെയാണ്. നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ. ഇതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ചെവികളിലുണ്ട് കേട്ടോ. എത്ര നീറ്റാന്ന് പറഞ്ഞാലും ചെവിയിലും മൂക്കിലും ഒക്കെ അഴുക്കളൊക്കെ ഉണ്ട്. പിന്നെ ഇത് കയറി അടയുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് ക്ലാസ്സിലൊന്നും ഇങ്ങനെ കേൾക്കത്തില്ല. ചിലർ പറയുന്നത് കേൾക്കത്തില്ല. അങ്ങനെയൊക്കെ ഒരു ഇഷ്യൂവാണ്. ഓക്കെ, ഒരുപാടൊക്കെ അടഞ്ഞു കഴിഞ്ഞാൽ ENT ഡോക്ടേഴ്സിനെ കൊണ്ട് കാണിച്ച് ക്ലീൻ ചെയ്യുന്നത് നല്ലത് കേട്ടോ. ചെറുതായിട്ടൊക്കെ അഴുക്ക് വരുന്നുണ്ട്. ഞാനായിട്ട് കുറച്ചും കൂടെ ഒക്കെ വരും കേട്ടോ. നല്ല തിക്കായിട്ടൊക്കെ അഴുക്ക് തിന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒക്കെ നല്ല രീതിയിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. നല്ലൊരു ഡിവൈസാണ് കേട്ടോ. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട് പലപ്പോഴും. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ബഡ്സ് ഇട്ട് കുത്തിക്കഴിഞ്ഞാൽ ഇത് കുത്തുന്നതിനനുസരിച്ച് ചെവിയുടെ അകത്തോട്ട് ഇറങ്ങിപ്പോകും. പക്ഷേ ഇതാകുമ്പോൾ നമുക്ക് പിന്നെ ബഡ്സ് വെച്ച് സൈഡിലുള്ളതാണെങ്കിൽ നമുക്കിങ്ങനെ കറക്കിങ് എടുക്കാൻ പറ്റും. ഇതിപ്പോൾ കാണാമല്ലോ നമുക്ക്. അപ്പോൾ ഇത് ബഡ്സ് ഇങ്ങനെ വെച്ച് നമുക്ക് സൈഡ് ചെറുതായിട്ട് വേണമെങ്കിൽ കറക്കിങ് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ചിലപ്പോഴൊക്കെ വലിയ അഴുക്കുകൾ ഇരിക്കുമ്പോൾ ഇത് കുത്തി അങ്ങ് അകത്തോട്ട് ഇറങ്ങി പോകാറുണ്ട്. തിരിച്ചു വരത്തില്ല. അപ്പോൾ നമ്മളത് ഡിവൈസ് സക്സസ്ഫുള്ളി നമ്മൾ ഇന്ന് ഉപയോഗിച്ച് കഴിഞ്ഞു. ഇതിനുശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കണമെന്നുള്ളതാണ്. അതാണ് നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം. വാഷബിളാണ്. നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തൊക്കെ വെക്കാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞു. അപ്പം
ഈ ഒരു ചെവിയിൽ ചെറിയൊരു ഇച്ചിരി അഴുക്കുകളുണ്ട്, അത് കൂടി പോരട്ടെ. അത് ഇളകി, യെസ്. അപ്പോൾ അതും കൂടി ഇളക്കി എടുക്കുക കേട്ടോ. അതിങ്ങി പോകുന്നു. യെസ്, എക്സാക്ട്ലി. അപ്പോൾ ഇത് നിങ്ങൾക്കും ചെയ്യാം, വീട്ടിൽ പരീക്ഷിച്ച് നോക്കാം. സേഫായിട്ട് ഒരുപാടിട്ട് കുത്തരുത് കേട്ടോ. അടുത്ത ചെവിയിൽ ഞാനൊന്ന് നോക്കുകയാണ്. സോ ഇരിക്കുന്നു, വരുന്നു. ചെറിയൊരു അഴുക്കുണ്ട് കേട്ടോ, ഒരുപാടൊന്നും അഴുക്കുന്നില്ല. ഒരുപാട് ഒരുപാട് അഴുക്കൊന്നും കാണുന്നില്ല, ചെറിയ ഇച്ചിരി സൈഡിലേക്കുള്ള അഴുക്കുകൾ കാണുന്നുള്ളൂ. യെസ്, ആയിരിക്കുന്ന അഴുക്കിനെ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. വരുമോ നോക്കാം. യെസ്, വന്നു. ഓക്കെ, അപ്പോൾ അതും ഇങ്ങനെ പോകുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പരീക്ഷണം ഫിനിഷ്. ഇന്നത്തെ എൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. അവനും ഹാപ്പി, ഞാനും ഹാപ്പി. അങ്ങനെ ഇത് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തു. ഓക്കെ, ഒന്ന് സൂക്ഷിച്ച് വെക്കുകയാണ്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഡിവൈസാണ് കേട്ടോ. പലപ്പോഴും നമുക്ക് വീട്ടിൽ തന്നെ ഭയങ്കര യൂസ്ഫുള്ളാണ്. വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രയോറിറ്റി. ബി ബേർഡ് എന്നാണ്. അടിപൊളി ഡിവൈസാണ്. നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ജസ്റ്റ് ഈ കുട്ടികൾക്കും നിങ്ങൾക്കും ഒക്കെ യൂസ്ഫുള്ളാണ്. സ്വയം ചെയ്യാം. ഓക്കെ, ബൈ.